ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം മാതാമറിയം ആശ്രമത്തിൽ വെച്ച് നടക്കുന്ന 26ാമത് ജൂനിയർ ഐനാംസ് ക്യാമ്പ് അവസാനിച്ചു. ദിവസവും രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം യോഗ, ഫിസിക്കൽ ട്രെയിനിംഗ് ക്ലാസുകൾക്ക് വിദഗ്ധരായ സംഘം ദിവസേന നേതൃത്വം നൽകി. വൈകുന്നേരം ഗാന പരിശീലനത്തെ തുടർന്ന് സന്ധ്യാനമസ്കാരത്തിന് ശേഷം അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി വേദപഠന ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഓർത്തഡോക്സ് ശുശ്രൂഷക പരിശീലന ക്യാമ്പ് സമാപിച്ചു. ആരാധനാധിഷ്ഠിതമായ ജീവിതമാണ് നന്മയിൽ വളരാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്നത് എന്ന് അഭിവന്യ യൂഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പോലിത്ത പറഞ്ഞു. ആരാധനയിലും ദൈനംദിന സാഹചര്യങ്ങളിലും ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. അഖില മലങ്കര ഓർത്തഡോക്സ് ശുശ്രൂഷക സംഘം വാർഷിക പരിശീലന ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് യൂഹാനോൻ മാർ തേവോദോറോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷനായിരുന്നു. പരുമല സെമിനാരി മാനേജർ KV പോൾ റമ്പാൻ, വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ, വൈസ് പ്രസിഡന്റ് ഫാദർ ജോസ് തോമസ് പൂവത്തുങ്കൽ, ഫാദർ ആൻഡ്രൂസ് വർഗീസ് തോമസ്, ഫാദർ സൈമൺ ജോസഫ്, ജനറൽ സെക്രട്ടറി ബിജു വി പന്തപ്ലാവ് എന്നിവർ പ്രസംഗിച്ചു. ഫാദർ ജോജി കെ ജോയി ക്ലാസ് നയിച്ചു. 350 ശുശ്രൂഷകർ പങ്കെടുത്തു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായ്ക്ക് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പരമോന്നത ബഹുമതി. റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പരമോന്നത ബഹുമതിയായ ഗ്ലോറി ആൻഡ് ഓണർ നൽകി ആദരിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയും റഷ്യൻ ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ ശാക്തീകരണ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചാണ് റഷ്യൻ സഭയുടെ തലവൻ പരിശുദ്ധ ക്യൂറിൽ പാത്രിയർക്കീസ് ഈ ബഹുമതി കാതോലിക്ക ബാവായ്ക്ക് സമ്മാനിച്ചത്. ഓർഡർ ഓഫ് ഗ്ലോറി ആൻഡ് ഓണർ 2004 സ്ഥാപിതമായതാണ്. രാഷ്ട്രതലവന്മാർക്കും ശ്രദ്ധേയരായ വ്യക്തികൾക്കും അവരുടെ പ്രവർത്തനങ്ങൾ മാനിച്ച് റഷ്യൻ സഭ നൽകുന്ന ഫസ്റ്റ് ഡിഗ്രി ബഹുമതിയാണ് ഇത്. ഈ അവാർഡിന്റെ ചിഹ്നം ഒരു നിഷ്പക്ഷ മതപരമായ രൂപം നിലനിർത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ ബാഡ്ജിൽ ഒലിവ്, ലോറൽ ശാഖകളുടെ പ്രാതിനിധ്യം തുടങ്ങി ഒലിവ് ശാഖ പിടിച്ചിരിക്കുന്ന പ്രാവിനെയും പ്രദർശിപ്പിക്കുന്നു. പുണ്യത്തിൻ പരിമളമൊഴുകും തിരുച്ചെങ്ങന്നൂർ മാതാപ്പള്ളിയുടെ അതിവിശുദ്ധ മദ്ബഹായിൽ കുടികൊള്ളുന്ന പുണ്യശ്ലോകനായ മാർ ഇവാനിയോസ് ബാവായുടെ 230ാമത് ഓർമ്മ പെരുന്നാൾ ഏപ്രിൽ 21, 22 തീയതികളിൽ ഭക്തി പുരസരം പരിശുദ്ധ സഭ കൊണ്ടാടി. ഓർമ്മ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് ധ്യാനയോഗങ്ങൾ, ഭക്തിനിർഭരമായ രാസയും ശ്ലൈഹിക വാഴ്വും, കവറിങ്കൽ ധൂപാർപ്പണവും നേർച്ചയും നടത്തപ്പെട്ടു. പുരാതന മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രം സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ കടമ്പനാട് പരിശുദ്ധ 3-ാം മാർത്തോമയുടെ 336ാം ഓർമ്മ പെരുന്നാൾ ഏപ്രിൽ 14 മുതൽ 22 വരെ പരിശുദ്ധ സഭ ഭക്തിപുരസരം കൊണ്ടാടി. കടമ്പനാട് കത്തീഡ്രലിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ 3-ാം മാർത്തോമായെ പ്രദേശനിവാസികൾ വിശ്വാസപൂർവം കടമ്പനാട് വല്യപ്പൂപ്പൻ എന്ന് വിളിച്ചു വരുന്നു. 1688 പരിശുദ്ധ പിതാവ് കാലം ചെയ്യുകയും കടമ്പനാട് പള്ളിയിൽ അനേകായിരങ്ങൾക്ക് അഭയമായി അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്നു. ഓർമ്മ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലിത്തയും അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ സഖറിയാസ് മാർ അപ്രേ മെത്രാപ്പൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് ധ്യാനയോഗങ്ങളും ഭക്തിനിർഭരമായ റാസയും ശ്ലൈഹിക വാഴ്വും കബറിങ്കൽ ധൂപാർപ്പണവും നേർച്ചയും നടത്തപ്പെട്ടു. ചിറക്കൽപ്പടി സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ഇടവക മെത്രാപ്പൊലിത്ത അഭിവന്യ ഗീവർഗീസ് മാർ പക്കോമിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചു. മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം തുമ്പമൺ ഭദ്രാസന നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന YPL സീസൺ 3 മത്സരത്തിന്റെ ഉദ്ഘാടനം തുമ്പമൺ ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം മെത്രാപ്പൊലിത്ത തിരുമനസ്സുകൊണ്ട് നിർവഹിച്ചു. YPL സീസൺ 3 ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപന സമ്മേളനം പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പോൾ രാജൻ ഉദ്ഘാടനം ചെയ്തു. മൈലപ്ര ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ജസി വർഗീസ് സമ്മാനദാനം നിർവഹിച്ചു. ഭദ്രാസന പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് ഫാദർ
എബി ടി സാമുവൽ അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ ജോജി വാര്യപുരം, തുമ്പമൺ ഭദ്രാസന PRO മാത്യു എബ്രഹാം, ഫാദർ ബ്രിൻസ് മാത്യു, ഫാദർ ലിജിൻ, ഭദ്രാസന യുവജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി രഞ്ജു MJ തുടങ്ങിയവർ സംസാരിച്ചു. ഫൈനൽ മത്സരത്തിൽ മുളന്തറ സെന്റ് മേരീസ് OCOM വിജയികളും കൈപ്പുട്ടൂർ സെന്റ് ഇഗ്നേഷ്യസ് OCOM ടീം റണ്ണറപ്പുമായി. ഭദ്രാസനത്തിൽ നിന്നും 10ഓളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ഞായർ പള്ളിക്കൂടം 200ാം എപ്പിസോഡ് ആഘോഷം അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലിത്ത പരുമലയിൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ബിജു ജേക്കബ്, വെരി റെവറൻ KV പോൾ റംബാൻ, സിവിൽ സർവീസ് റാങ്ക് ജേതാവ് പാർവതി ഗോപകുമാർ, ഷെറി ജേക്കബ് കുര്യൻ, ഡോക്ടർ സന്തോഷ് G. തോമസ്, ഫാദർ ഏബ്രഹാം തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്ന മാർ ബസേലിയോസ് സ്കൂളിൽ പുതിയ KG കോംപ്ലക്സിന്റെ ശിലാസ്ഥാപനം ഏപ്രിൽ 22-ന് അഭിവന്യ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയാൽ നടത്തപ്പെട്ടു. ശുശ്രൂഷകൾ വികാരി റവറൻ ഫാദർ ജോൺ ഐസക്, സഹവികാരി റവറൻ ഫാദർ ആന്റണി പൗലോസ് എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും നടന്നു. ചടങ്ങുകൾക്ക് കൈസ്ഥാനി ശ്രീ സന്തോഷ് CJ, സെക്രട്ടറി സെലിൻ C. സൈമൺ, മാർ ബസേലിയോസ് സ്കൂൾ ഹെഡ്മാസ്റ്റർ ജിബ്ലസ് ജോർജ്, ഡോക്ടർ ഷൈൻ C. ചിന്നൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, PTA പ്രസിഡന്റ് ജീമോൻ ജെയിംസ്, PTA ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ കാട്ടകാമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ബബിത ഫിലോ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭദ്രാസന കൌൺസിൽ അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലും മാർ ബസേലിയോസ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് സമദൂര നിലപാടെന്ന് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിയും അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മനും മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ സമ്മർദ്ദശക്തിയായി നിന്ന് വിലപേശൽ നടത്താൻ സഭ ആഗ്രഹിക്കുന്നില്ലെന്നും ഇന്ത്യയിൽ ജനാധിപത്യം എല്ലാ അർത്ഥത്തിലും എന്നും നിലനിൽക്കണം എന്നും ആണ് മലങ്കര സഭ ആഗ്രഹിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ യോഗ്യത നേടിയ കുന്നംകുളം ബഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കിരൺ മുരളിക്ക് മുൻ പ്രിൻസിപ്പൽ റവറൻ ഫാദർ മത്തായി OIC APJ അബ്ദുൽ കലാമിന്റെ വേറിട്ട വഴികൾ എന്ന പുസ്തകം നൽകി അഭിനന്ദിച്ചു. പരീക്ഷയ്ക്ക് മുമ്പ് റാന്നി പെരുന്നാട് ബഥനി ആശ്രമത്തിൽ ചെന്ന ഗുരുവിന്റെ അനുഗ്രഹം കിരൺ വാങ്ങിയിരുന്നു. സഹോദരൻ അരുൺ മുരളിയും സെന്റ് ജോൺസ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയാണ്. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ശ്രീ കിരൺ മുരളീധരനെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലിത്ത അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി അനുമോദിച്ചു. ഔദ്യോഗിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും തിളക്കമാർന്ന വിജയങ്ങൾ കൈവരിക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പൊന്നാടയിട്ട് ആദരിച്ച ശേഷം തിരുമേനി ആശംസിച്ചു. കിരണിന് കുടുംബാംഗങ്ങൾ നൽകിയ പിന്തുണ ശ്ലാഘനീയമാണെന്നും തിരുമേനി ഓർമ്മിപ്പിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സിവിൽ സർവീസ് അക്കാദമിയായ MGOCSM IAS ഹബിൽ നിന്നും പരിശീലനം നേടി വിജയിച്ച അശ്വന്ത് രാജനെ അനുമോദിച്ചു. 2020-21 അക്കാദമിയിൽ നിന്നും പരിശീലനം നേടിയ അശ്വന്ത് രാജ് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയാണ്. IAS ഹബ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ സജി മേക്കാട്ട്, മാനേജർ ഫാദർ അഡ്വക്കേറ്റ് ആൽവിൻ എബ്രഹാം സൈമൺ, അക്കാദമിക് ഹെഡ് മാത്യു തോമസ് എന്നിവർ പേരാമ്പ്രയിലെ ഭവനത്തിൽ അദ്ദേഹത്തെ ആദരിച്ചത്. പരിശീലനത്തിനു ശേഷം ബാംഗ്ലൂരിൽ ജോലിക്ക് പ്രവേശിച്ച അശ്വന്ത് രാജ് 4ാമത്തെ ശ്രമത്തിൽ അഭിമാന വിജയം കൈവരിക്കുകയായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ സിവിൽ സർവീസ് അക്കാദമിയായ MGOCSM IAS ഹബിൽ നിന്നും വിവിധ പരിശീലന പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത 12 പേരാണ് UPSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തെ ഭാഗ്യമോടെ അലങ്കരിച്ച മലങ്കരയിലെ ആദ്യ തദ്ദേശീയനായ മെത്രാപ്പൊലിത്ത മഹാനായ മാർത്തോമാ ഒന്നാമൻ പിതാവിന്റെ 354ാമത് ഓർമ്മ പെരുന്നാൾ മലങ്കര സഭ ഭക്തിപുരസരം കൊണ്ടാടി. മലങ്കര സഭയുടെ പരമാധികാരിയായി ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ തലവനായിരുന്നു മാർത്തോമാ ഒന്നാമൻ. വലിയ മാർത്തോമാ എന്നും അറിയപ്പെട്ടിരുന്നു. 1653 ജനുവരി 3 പ്രസിദ്ധമായ കൂനൻകുരിശ് സത്യവും തുടർന്നുള്ള ഭിന്നതയ്ക്കും ശേഷം മലങ്കര പള്ളി യോഗം അഥവാ മലങ്കര അസോസിയേഷൻ കൂടി സഭയുടെ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1653 മെയ് 22
12 പുരോഹിതന്മാരുടെ കൈകൾ തലയിൽ വെച്ചുകൊണ്ട് ആലങ്ങാട് സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് മെത്രാപ്പൊലിത്ത സ്ഥാനം ഏറ്റു. വളരെ കാര്യക്ഷമരും വിശ്വസ്തരുമായ 4 പുരോഹിതന്മാരായ ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിൽ ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാർ, കടുത്തുരുത്തി കടവിൽ ചാണ്ടി കത്തനാർ, അങ്കമാലി വേങ്ങൂർ ഗീവർഗീസ് കത്തനാർ, പള്ളിവീട്ടിൽ ചാണ്ടി കത്തനാർ എന്നിവരെ അദ്ദേഹത്തിന്റെ ഉപദേശകരായി തെരഞ്ഞെടുത്തു. ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിൽ ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാർ ഒഴികെ 3 പേരും പിന്നീട് കത്തോലിക്ക വിഭാഗത്തിലേക്ക് മാറുകയാണുണ്ടായത്. പോർച്ചുഗീസുകാരും സ്വദേശികളായ രാജാക്കന്മാരും വഴി കാർമലൈറ്റ് പിതാക്കന്മാർ നടത്തിയ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സമ്മർദ്ദം 1-ാം മാർത്തോമയുടെ ഭരണകാലഘട്ടത്തെ ദുർഘടമാക്കി. എങ്കിലും അദ്ദേഹം ഇതൊന്നും കാര്യമാക്കി എടുക്കാതെ ഭരണം തുടർന്നു. കൽപ്പനകളും കൂതാശകളും നടത്തി. 1661 ഒക്ടോബർ 3 ബിഷപ്പ് സെബാസ്റ്റ്യാനി മാർത്തോമ ഒന്നാമനെ പിടികൂടാൻ ശ്രമിച്ചു. എന്നാൽ പോർച്ചുഗീസ് ജനറൽ ക്യാപ്റ്റൻ ഇഗ്നേഷ്യസ് സാർമെന്റോ പുരക്കാടിലെ ഒരു കുറിപ്പ്, കൊച്ചിയിലെ രാജകുമാരൻ ഗോദവർമ്മ രണ്ടാമൻ എന്നിവരുടെ സഹായത്തോടെ മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ നിന്ന് വേഷപ്രച്ഛന്നനായി അദ്ദേഹം രക്ഷപ്പെട്ടു. തലേ ദിവസം രാത്രി നായർ പട്ടാളക്കാർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം വിജാതീയരായ സൈനികരെ പോലെ വേഷം മാറി മുണ്ടുകൾ, തലയിൽ പ്രത്യേക തൊപ്പികൾ എന്നിവ ധരിച്ചും ആയിരുന്നു ഈ രക്ഷപ്പെടൽ. മാർത്തോമ ഒന്നാമന്റെ അവസാന നാളുകൾ മലങ്കര സുറിയാനി സമുദായത്തിന് താരതമ്യേന സമാധാനപരമായ കാലഘട്ടമായിരുന്നു. വലിയ മാർത്തോമ നിരവധി കൊലപാതക ശ്രമങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. മാർത്തോമ ഒന്നാമൻ 1670 ഏപ്രിൽ 25 കാലം ചെയ്തു. അങ്കമാലി മർത്തമറിയം പള്ളിയിൽ ഭൗതിക ശരീരം കബറടക്കി. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.